ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതിനു വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ തൊലിയെല്ലാം മാറ്റിയെടുക്കുകയാണ്. കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വേവിച്ച ഉരുളക്കിഴങ്ങിലേക്ക് ഏകദേശം ഒരു സ്പൂണോളം ഒറിഗാനോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക്, ഇത് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അധികം എരിവ് വേണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഉണക്കമുളക് ചതച്ചെടുത്ത ഉണക്കമുളകാണിത്. ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു കപ്പോളം കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി നല്ല ബോൾസിന്റെ രൂപത്തിൽ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് തിളച്ച എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കണം. എണ്ണ ഒരുപാട് തീ കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബോൾസ് ആദ്യം ഒരു സൈഡ് അതിന് മറച്ചിടാതെ ചെറുതായിട്ട് മൂപ്പിച്ച് എടുക്കണം. അല്ലെങ്കിൽ ബോൾസ് പൊട്ടിപ്പോവും. ഇതുപോലെ എല്ലാ ബോൾസും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നല്ല ക്രിസ്പി ആവുന്നത് വരെ ഇളക്കി വറുത്തെടുക്കുക. ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ബോൾസിന്റെ രൂപത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളു നല്ല ക്രിസ്പി ആയിരിക്കും. നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പി, നല്ല പൊട്ടാറ്റോയുടെ ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. ഒറിഗാനോയുടെ ടേസ്റ്റൊക്കെ അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ സോസിന്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കും.